ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലിസ് കറി വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഒരു ഇഫ്താർ സ്നാക്ക് ഐറ്റം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു കപ്പും പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം എടുക്കുക കേട്ടോ. പിന്നെ ഒരു കപ്പ് തന്നെ മൈദാമാവ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു മുട്ട കേട്ടോ. ഒരു മുട്ട നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിന് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. കേട്ടോ, നമ്മൾ ദോശയുടെ ബാറ്ററില്ലേ അങ്ങനെ വേണം കേട്ടോ നമുക്ക്. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ് മാറ്റി വയ്ക്കുക. കണ്ട ബാറ്ററി ഇങ്ങനെ വേണം കേട്ടോ. ഇവിടെ ക്യാബേജ് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു തക്കാളി. നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ആക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനിൽ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം കേട്ടോ. നൈസായിട്ട് ഉണ്ടാക്കിയാൽ നന്നായിട്ട് കിട്ടും കേട്ടോ. അല്ലെങ്കിൽ കട്ടിയായിട്ട് ഉണ്ടാക്കിയാൽ നമ്മളിത് ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ. അത് കാരണം ആദ്യം തന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ നൈസായിട്ട് ഉണ്ടാക്കണേ. എത്ര നൈസായിട്ട് ഉണ്ടാക്കോ അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റുമേ. കുക്കാകുമ്പോൾ സൈഡിൽ തന്നെ ഉണ്ട്, വിട്ട് വരും കേട്ടോ. ആ സമയത്ത് എടുത്താൽ മതി. ഭയങ്കര സിമ്പിൾ. മാവ് കുഴയ്ക്കാൻ ആവശ്യമില്ല, പരത്താൻ ആവശ്യമില്ല, ഒന്നും ചെയ്യാൻ ആവശ്യമില്ല. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നൈസായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കൾ വെജിറ്റബിൾ കഴിക്കില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടെടുത്താൽ അവർ കഴിക്കും കേട്ടോ. മൊത്തത്തിൽ ഒരു 7 ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. സെയിമല്ലല്ലോ. ഇനി കൂടുതൽ വേണമെങ്കിൽ മൈദാമാവ് കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഏത് മോഡലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. റോൾ ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ ദോശ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ മസാല ഫില്ല് ചെയ്യില്ലേ, അത് വേണം. ആ സമയത്ത് നമുക്ക് ചട്ടിപ്പത്തിരി ടൈപ്പിലായാലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കണ്ട ഇങ്ങനെ മടക്കുമ്പോൾ അത് പൊട്ടാതിരിക്കണം കേട്ടോ. എൻ്റെ തരണം പൊട്ടിയിട്ടുണ്ട്, അത് കാരണം കൊണ്ട് പറയണമെന്നുണ്ട്. കുറച്ച് മാവ് കൂടുതൽ വെച്ച് പോയി. കട്ടിയാകുമ്പോൾ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല.
മാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ 2 ടേബിൾ സ്പൂൺ മാറ്റി വയ്ക്കണേ. സൈഡിൽ നമുക്ക് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒട്ടിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. വെജീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് മാത്രം ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പകുതി സവാളയും ഒരു ചെറിയൊരു തക്കാളിയും കുറച്ച് ക്യാപ്സിക്കം, 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഓപ്ഷനാട്ടാ, എൻ്റെ മാത്രം എടുത്താൽ മതി. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനാണ് ഒന്ന് കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ വെച്ച് ജസ്റ്റ് പൊടിച്ചെടുക്കുക കേട്ടോ. ഇനി ക്യാബേജ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇടുമ്പോൾ ബോൾ ചെറുതായി പോയിട്ടുണ്ട്. കുറച്ച് വലിയ ബോളിലിട്ടിട്ട് നിങ്ങൾ മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. വെജസൊക്കെ നമ്മൾ ഒരു ബോളിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. മയോനൈസ്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് മയോനൈസ് വേണം കേട്ടോ, അത് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റ് ഉണ്ടാവേ. എൻ്റെ കയ്യിൽ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് കാരണം ഉണ്ടാവും. ഇനി നമുക്ക് മയ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നമുക്ക് ബ്രെഡിലെല്ലാം ഫില്ല് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. കണ്ടാണ് വേറെ ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. അതിനുശേഷം നമുക്കിത് ബാക്കിയുള്ളത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. കണ്ട നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളുണ്ടാക്കിയ ദോശ എടുക്കുക, ദോശന് പറയാമല്ലേ, ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്ക് ചിക്കനും ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചിക്കൻ്റെ മസാല ഉണ്ടാവില്ലേ, അതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്ത ശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കുക. ഈസി ആയിട്ടാ. അല്ലെങ്കിൽ നമുക്ക് റോൾ വേണമെങ്കിൽ റോൾ ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണെന്നല്ലോ. ഒരു പാനിൽ വയ്ക്കുക, എല്ലാം കൂടിയിട്ട് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. 2 സൈഡ് മറിച്ചിട്ടിട്ട് ഇങ്ങനെ 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയല്ല കേട്ടോ. ഞാൻ കുറച്ച് മസാല ചീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതി. ഇത്രയല്ല കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമാണെന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.